ദൈവനാമത്തിന് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എല്ലാ ദിവസവും വളരെ ഉത്സാഹത്തോടെ സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹത്തെ വളരെ ആത്മാർത്ഥതയോടെ സപ്പോർട്ട് ചെയ്ത് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലാണ്. തുടർമാനമായി റോമാലേഖനം താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ രീതിയിൽ ദൈവം തന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് പിന്നീട് കേൾക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പല പ്രിയപ്പെട്ടവരും ആ നോട്ടിന് വേണ്ടി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ആ നോട്ട്സ്, തൻ്റെ 2 ക്ലാസിന്റെ നോട്ട്സ് നമ്മൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായി അത് എടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ എല്ലാത്തിനും നോട്ട്സ് ഇല്ല, കർത്താവിന്റെ ദാസനും മാത്രമേ നോട്ട്സ് തരാറുള്ളൂ. PG മാത്യൂസും ചിലപ്പോഴൊക്കെ തരാറുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ പവർ പോയിന്റ് ആണ്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്കുകയോ ഉപയോഗിക്കുകയോ യൂട്യൂബിൽ പിന്നെ കാണുകയോ. ഈ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിലുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതിലും അല്പമായ കാലതാമസം വന്നു, അതിലും ക്ഷമ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് കർത്താവിന്റെ ദാസൻ എടുക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് യൂട്യൂബിലൂടെ എടുക്കുന്ന എല്ലാവർക്കും പിന്നീട് അത് മനസ്സിലാക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ പ്രൈസ് ലോർഡ് ട്രിവാൻഡ്രത്തു നിന്നുള്ള സിസ്റ്റർ എലിസബത്ത് വർഗീസ് പ്രാർത്ഥിച്ചാണ്. നമുക്ക് 2 എലിസബത്ത് വർഗീസ് ഉണ്ട്. ട്രിവാൻഡ്രത്തു നിന്നുള്ള പ്രിയ സഹോദരി പ്രാർത്ഥിച്ചാണ്. സ്തോത്രം ചെയ്യുന്ന കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വചന പഠനത്തിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്നത്തെ പഠനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത് ഏറെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട റോമാലേഖനം പഠിപ്പിക്കുവാൻ പ്രിയ ദൈവദാസനെ അവിടുന്ന് ബലപ്പെടുത്തണം. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജിന്റെ നടത്തിപ്പ് ശുശ്രൂഷകന്മാരെ 2 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനേകർക്ക് കടന്നു വന്ന് ദൈവവചനം പഠിക്കാൻ ദൈവം മുഖാന്തരത്തെ ഉപയോഗിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പഠനത്തിന് വേണ്ടി കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവമേ, ദൈവത്തിൻ്റെതായ ജ്ഞാനം അവിടുന്ന് ഓരോരുത്തർക്കും ഈ ദൈവവചനം ഗ്രഹിപ്പാൻ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ വചനം യൂട്യൂബിൽ കൂടെയൊക്കെയും കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെ പുതുതായി ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം വളരെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഒത്തിരി നാളുകൾക്ക് ശേഷം പ്രിയ സിസ്റ്റർ റീന ഐസക്കിനെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വളരെ ആക്റ്റീവായി നമ്മോടൊപ്പം യാത്ര ചെയ്തൊരു പ്രിയ സഹോദരിയാണ്. ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. ഇന്ന് വീഡിയോ സഹിതം കണ്ടതോർത്ത് സ്തോത്രം. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, ഇന്നത്തെ അധ്യക്ഷൻ പ്രിയ ലാലിച്ചാൻ, അതുപോലെ തന്നെ മറ്റു പ്രിയമുള്ളവർ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ട് ചില ആഴ്ചകളായി. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലേ? കേൾക്കാവുന്ന ആളുകൾ ഒന്ന് വീശിയാൽ നന്നായിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കഴിവതും ആൾക്കാർക്ക് നിങ്ങൾക്കൊന്ന് വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കാമെങ്കിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കൊക്കെ അത് വലിയ സന്തോഷമാണ്. ആളുകളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന്. അങ്ങനെ ഇല്ല എങ്കിൽ പോലും, സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിലും കുഴപ്പമില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന് നന്ദി. നമ്മുടെ കൂടെ ഇതിന്റെ തുടക്കം മുതൽ സംബന്ധിക്കുന്ന പല ആളുകളും ഈ ക്ലാസ്സിലും സംബന്ധിക്കുന്നു എന്നുള്ളൊരു സന്തോഷം. ലാലിച്ചാൻ, സിസ്റ്റർ റീന, അതുപോലെ തന്നെ പ്രിയ നമ്മുടെ സാലി സിസ്റ്റർ, അങ്ങനെ പല ആളുകളും വീണ്ടും ജോയിൻ ചെയ്ത് ഇതിൽ സംബന്ധിക്കുന്നതിൽ അധികം സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് നിങ്ങൾക്കും അനുഗ്രഹമാവുന്നു എന്നതിൽ സന്തോഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലാസ്സിൽ
തുടർമാനമായി സംബന്ധിച്ച ആളുകളൊക്കെ ഹയർ സ്റ്റഡീസിന് പോയി പഠിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരൊക്കെ ഇവിടുത്തെ പഠനം നിർത്തിയിട്ടില്ല, വീണ്ടും തുടർമാനമായിട്ട് മറ്റ് ബിരുദാനന്ദ ബിരുദം എന്ന നിലയിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ നിലയിൽ MDiനും മറ്റു പലതിനും ചേർന്ന് പഠിക്കുന്നു എന്ന് കേൾക്കുന്നതിലും അറിയുന്നതിലും അതിയായ സന്തോഷം. ഇവിടുന്ന് അവർക്കതൊരു വലിയ പ്രചോദനമായി തീർന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏവർക്കും വളരെ ക്ലാസ്സിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. നോട്ട് സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം നോട്ട് ഞാൻ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഫുട് നോട്ട് അല്ലെങ്കിൽ റഫ് നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അത് ലളിതമായിട്ട് നിർത്തി പറയും. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ, നമ്മളിങ്ങനെ പറഞ്ഞു ഈ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിച്ച് അതിങ്ങനെ വരുന്നത് കൊണ്ട് അതിന് ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് നേരിടുന്നെങ്കിൽ ക്ഷമിക്കുക. നോട്ടിനകത്ത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഏതായാലും നിങ്ങൾക്ക് ഒരു കുറച്ച് ദിവസം യൂസ്ഡ് ആയിക്കൊള്ളും. ഞാനുമായിട്ടും എൻ്റെ ക്ലാസ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്തിടപഴകുമ്പോൾ ഇത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കഴിഞ്ഞോ 1-2 ദിവസം കഴിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് തരാം നോട്ട്. എൻ്റെ വൈഫ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് ചെറിയൊരു പൊട്ടൽ ഈ ഭാഗത്ത് ഇങ്ങനെ കൈക്ക് പൊട്ടലായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതാണ് ഈ നോട്ട് ഇടാൻ താമസിച്ചത്. ദൈവം നിങ്ങളെ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. വൈഫിന്റെ പേര് സോണിയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നമുക്ക് ഇതിലെ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷ് മാത്രം, വിദേശ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് നന്നായി, മലയാളം അത്ര പിടിയില്ലാത്ത ആളുകൾ ഉണ്ട്. അവർക്ക് വേണ്ടി നോട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി ലഭ്യമാകുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഈ ക്ലാസ് കൃത്യമായിട്ട് യു ആർ നോട്ട് അക്വൈന്റഡ് വിത്ത് ദ വേർഡ് വിച്ച് ഐ സ്പോക്ക് ടു യു ത്രൂ ദിസ് വേർഡ് ഓഫ് ഗാഡ് അബൌട്ട് ദ സബ്ജക്ട്. You are not familiar with the word which I am using. There is no confusion at all. We will give the note for you. Okay. Then the problem is most of them are the people who are attending this class, the Malayalam speaking people. So if I'm not able to take the class in the bilingual, so that you can forgive me. So when I give the notes, Lalichan translate all the note to English also. You can go to the note so that you can understand what I am speaking to you or teaching you. Okay. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരു മുഴുവൻ ആൾക്കാരും നമ്മുടെ ഈ ഇംഗ്ലീഷ് മലയാളം ആൾക്കാരായതുകൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർ, ഒരു നാമമാത്രമായ ഒരു 5% ആൾക്കാരാണ് മലയാളം അത്ര പിടിയില്ലാതെ ഇതിൽ സംബന്ധിക്കുന്നത്. അവർക്ക് വേണ്ടി നോട്ട് ഇംഗ്ലീഷിൽ തരുന്നതായിരിക്കും. എന്നാൽ നോട്ടുകളെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. We will consider you the people who are speaking English. Okay. Sometime I am use the bilingual also. Definitely I'll try to use it. Okay. നമുക്ക് ഇനി വിഷയത്തിലേക്ക് വരാം. റോമാ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ റോമ ലേഖനം ആർക്കാണ് എഴുതിയത് എന്നത്, റോമാലേഖനത്തിന്റെ എഴുത്തുകാരെ സംബന്ധിച്ച് നമുക്കറിയാം. ഇതിന്റെ സ്വീകരണകർത്താക്കൾ അല്ലെങ്കിൽ ഇത് സ്വീകരിച്ച ആളുകൾ ആരാണ് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിരിക്കുന്നത്. അത് റോമാ സഭയാണ്. അപ്പം റോമാ സഭയെ സംബന്ധിച്ച് ഒരു അറിവ് നമുക്കുണ്ടാവണം. റോമാലേഖനം പഠിക്കുന്ന എല്ലാവരും കൃത്യമായി റോമാ സഭയെ അറിയണം. എങ്കിൽ മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം നമുക്കറിയാം, വ്യക്തിപരമായോ ഒരു സമൂഹപരമായോ സഭാപരമായോ വ്യക്തികൾക്കും സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യച്യുതി, ആശയദാരിദ്ര്യം, അപകടകരമായിരിക്കുന്ന പാഷാണ്ഡത അഥവാ കപട പഠിപ്പിക്കലുകൾ, അതുപോലെ തന്നെ തെറ്റായിരിക്കുന്ന വാദങ്ങൾ, ക്രിസ്തു മാർഗത്തിനെതിരെയുള്ള ശക്തമായ താക്കീതുകളൊക്കെ ഉണ്ടാകുമ്പോൾ ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടതും രചിക്കപ്പെട്ടതെല്ലാം ഇത്തരത്തിലുള്ള ശക്തിയുക്തം ക്രിസ്തു മാർഗത്തെയും ക്രിസ്തുവിനെയും ക്രിസ്തീയ സഭയ്ക്കും ഒക്കെ എപ്പോഴും ആ കാലഘട്ടങ്ങളിൽ പൗരാണിക കാലത്ത് നേരിടേണ്ടി വന്ന എതിർപ്പുകളെ ശക്തമായി പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം എഴുത്തുകൾ എഴുതിയിരിക്കുന്നത്. ഒന്നെങ്കിൽ സഭ നേരിട്ട ചില പ്രശ്നങ്ങൾ, സഭ നേരിടുന്ന ആശയപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ, ജാതീയപരമായ, ആചാരപരമായ, അതുപോലെ അനുഷ്ഠാനപരമായ മൂല്യങ്ങളെ സംബന്ധിച്ച്, ക്രിസ്തു വിശ്വാസം സംബന്ധിച്ച് ഒക്കെ ഉണ്ടാകുന്ന
വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ദൂരീകരിക്കാനും വിശ്വാസികളെ പൂർണ്ണമായി ഉറപ്പിക്കുവാനുമുള്ള ഒരു 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 മുന്നറിയിപ്പായിട്ടോ ഒരു സാരോപദേശങ്ങളായിട്ടോ താക്കീതായിട്ടോ ഒക്കെയാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എഴുത്തുകൾ ആർക്ക് വേണ്ടി എഴുതി എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ റോമാലേഖനത്തിൽ പഠിക്കുന്ന എല്ലാ പഠിതാക്കളും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി അറിയണം റോമാ സഭയെ സംബന്ധിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകും. ശ്രദ്ധിക്കുക, റോമാസഭ. റോമാലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരും ആകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു എന്ന് ബോധ്യത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു പ്രദേശത്തെ, ഒരു സഭയെ, ഒരു കൂട്ടത്തെ, ചില ആളുകളെ, ചില ഇടയന്മാരെ, ചില ദുരുപദേഷ്ടാക്കന്മാരെ, ചില ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകളെ, ചില യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ ക്രൈസ്തവീകത അല്ലെങ്കിൽ ക്രിസ്തീയത എന്താണെന്ന് പഠിപ്പിക്കുവാനും ക്രിസ്തുമാർഗം എന്താണെന്ന് പഠിപ്പിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ദൂരീകരിക്കുവാനുമാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഒരിക്കൽ പോലും സന്ദർശിച്ചിട്ടില്ലാത്ത ഈ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ തന്റെ പ്രാരംഭ അധ്യായത്തിൽ തന്നെ എഴുതുമ്പോൾ അവിടെയുള്ള ആളുകൾ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായിരുന്നു, അന്യോന്യം പ്രബോധിപ്പാൻ, ഉപദേശിപ്പാൻ സമർത്ഥരായിരുന്നു, പ്രാപ്തരായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായതുകൊണ്ട് പൗലോസ് താൻ പറഞ്ഞുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സഭയെ സംബന്ധിച്ച്, അവിടുത്തെ അംഗങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശംസയും മതിപ്പും തനിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്റെ ചിരകാല അഭിലാഷമായിരുന്നു റോമാ സഭ സന്ദർശിക്കുക എന്നത്. റോമാലേഖനം 15-ാം അധ്യായം 23-ാം വാക്യം, റോമർ ചാപ്റ്റർ 15 വേഴ്സ് 23. Somehow I ought to visit റോമൻ ചേർച്ച്. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ സന്ദർശിച്ചേ മതിയാകൂ എന്ന ഒരു വലിയ ആഗ്രഹം, അദമ്യമായ തന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി താൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രാരംഭമായി നമുക്ക് അങ്ങനെ ചിന്തിച്ചു നിർത്താം. ഇനി അടുത്ത ഭാഗത്തേക്ക്, ഈ റോമാ സഭയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല ലേഖനങ്ങളിൽ നിന്നോ മറ്റ് ഇതര കാര്യങ്ങളിൽ നിന്നോ. എന്നാൽ ചില അനുമാനങ്ങളുടെയും ചില ചരിത്രകാരന്മാരുടെ തെളിവുകളുടെയും അവരുടെ എഴുത്തുകളുടെയും അടിസ്ഥാനത്തിലാണ് റോമാ സഭ എന്ന് പറയുന്ന സഭയുടെ രൂപീകരണം സംബന്ധിച്ച് നമുക്ക് തെളിവുകൾ കിട്ടുന്നത്. ഇത് ശ്രദ്ധിക്കുക. BC 59 സിസറോ എന്ന റോമൻ ചരിത്രകാരൻ റോമയിലുള്ള യഹൂദ സമൂഹത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും അവിടുത്തെ സ്വാധീനത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BC 59, AD അല്ലേ, BC 59. ശ്രദ്ധിക്കുക, AD 19 തിബരിയോസ് ചക്രവർത്തിയുടെ വിളംബരം മൂലം നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നാടൊട്ടൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും എതിർപ്പുകളെ പ്രതിരോധിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജനമാണ് യഹൂദന്മാർ എന്ന് പറയുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും യഹൂദന്മാർ ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ചക്രവർത്തിമാരിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവർ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ ഭരണത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ അവർ എപ്പോഴും അടിമകളാക്കപ്പെടുകയും അവരൊക്കെ എപ്പോഴും നാട് കടത്തപ്പെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ BC 19 തിബരിയോസ് ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തിയും വിളംബരം മൂലം റോമിൽ നിന്നും ആളുകളെ എന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു, പറഞ്ഞു വിട്ട് അവിടെ നടിച്ചോടിച്ചതായിട്ട് കാണാൻ കഴിയും. ഇനി അതിനുശേഷം AD 49 കൗദിയൂസ് ചക്രവർത്തി വീണ്ടും വിളംബരം പുറപ്പെടുവിക്കുകയും അവിടെയുള്ള ബാക്കി ആളുകളെ അവിടെ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടത്തതായിട്ടും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പം ഇത് ആരുടെ എഴുത്തിലാണ് എന്ന് ചോദിച്ചാൽ സ്യൂട്ടോണിയസ് എന്ന ചരിത്രകാരൻ പരാമർശിക്കുന്ന പരാമർശങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് ശ്രദ്ധിക്കുക, യഹൂദ റോമയിൽ എന്ന സ്ഥലത്ത് അവിടെ യഹൂദന്മാരുടെ സാന്നിധ്യവും സാമീപ്യവും വളരെ അധികമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്ന് പറഞ്ഞാൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ കാലങ്ങളായിട്ട് അവിടെ
യഹൂദന്മാരുടെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, AD 49 ക്ലൗഡിയസ് ഇവരെ പുറത്താക്കുന്നു. ഈ ഈ സ്ലൂട്ടോണിയസ് എന്ന് പറയുന്ന ഇദ്ദേഹം എഴുതിയ ക്ലൗഡിയൂസിന്റെ ജീവചരിത്രം എന്ന ചരിത്ര ഭാഗത്താണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹം രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ക്രിസ്തോസ് എന്ന ഒരു യഹൂദന്റെ പ്രേരണയാലാണ് അവിടെ കലാപം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കൂട്ടത്തോടെ ജനങ്ങളെ പാരായണം ചെയ്യിക്കുവാൻ ചക്രവർത്തിമാരോ അല്ലെങ്കിൽ അധികാരങ്ങളോ നിർബന്ധിതമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും അവിടെ പാർക്കുന്ന തദ്ദേശീയരായ ആളുകളോട് യുദ്ധത്തിലോ അല്ലെങ്കിൽ പ്രതിരോധത്തിലോ ഏർപ്പെടുമ്പോൾ വന്നു പാർക്കുന്ന പ്രവാസികളെ പറഞ്ഞയക്കുക എന്ന രാജ്യ നിയമം നടപ്പാക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇവരെ പുറത്താക്കാൻ ഇടയായി. അതിന് കാരണം ഈ ക്രിസ്തോസ് എന്ന് പറയുന്ന ഈ യഹൂദൻ നിരന്തരമായി യഹൂദന്മാരെ കൂട്ടുപിടിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ക്രിസ്തോസ് എന്നാൽ അത് ഗ്രീക്കിൽ, ക്രിസ്തോസ് എന്നാൽ ഗ്രീക്കിൽ ക്രിസ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അത് വായിച്ചു വരുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ അർത്ഥം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും യഹൂദ സമൂഹം തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ട് ഒരു കൂട്ടം ആളുകളെ നാട് കടത്തി എന്ന് ചരിത്രകാരന്മാർ സാക്ഷീകരിക്കുന്നു. ഇനി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ സ്പീഡ് കൂടുന്നു എന്ന് തോന്നുന്നു, ശ്രദ്ധിക്കുക, ഞാൻ പലതൊക്കെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അക്വില പ്രിസ്കില്ല ദമ്പതിമാരെ കാണാൻ കഴിയും. അവർ കൊരിന്തിൽ വെച്ച് പൗലൂസിനെ കാണുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച ആളുകളാണ്. നമ്മൾ വിട്ടുപോകരുത്, കൊരിന്ത് സഭ ഈ റോമൻ സഭ എങ്ങനെയാണ് രൂപീകൃതമായത് എന്നാണ് ചിന്തിച്ചു വരുന്നത്. പല അവകാശവാദങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, പത്രോസ് സ്ഥാപിച്ചു എന്നും അതുകൊണ്ടാണല്ലോ സ്ത്രീഹന്മാരുള്ളിൽ പ്രധാനിയായ പത്രോസിന്റെ പ്രസംഗത്തിലൂടെ 3000 പേര് രക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ നിന്നെ എന്ത് ചെയ്തു, സഭയെ പണിയും എന്ന് പറഞ്ഞ പത്രോസിന്റെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ദൗത്യം ഏറ്റെടുക്കുന്ന പത്രോസ് എന്താ സംഭവിക്കുന്നത്, പിന്നീട് ആഗോള ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ തലവനായി പോപ്പായി അവരോധിക്കപ്പെടുകയും, ശ്രദ്ധിക്കണം, അവരോധിക്കപ്പെടുകയും അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോൾ വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഭരണകർത്താവായി പോപ്പിന്റെ അധികാരത്തിൽ വരികയും ആ സിംഹാസനത്തെ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് കത്തോലിക്ക സഭയും മറ്റ് ഇതിലെ ഓർത്തഡോക്സ് സഭയും ഒക്കെ ആ പാരമ്പര്യം തുടർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ റോമാസഭ സ്ഥാപിച്ചത് വാസ്തവത്തിൽ പത്രോസ് ആണെന്ന് സ്ഥാപിക്കാൻ ഉള്ള ഒരു വലിയ ശ്രമവും അതിന്റെ ഭാഗവുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വചനത്തിലോ അല്ലെങ്കിൽ ഒരു തെളിവുകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വിശ്വാസം സ്വീകരിച്ച അല്ലെങ്കിൽ കൊരിന്തിൽ വെച്ച് അക്വില പ്രിസ്കില്ല ദമ്പതികൾ പൗലൂസിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവർ വിശ്വാസികളായിരുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞവരായിരുന്നു. അതിന്റെ അർത്ഥം ഈ റോമിൽ വന്ന ശേഷം അല്ലെങ്കിൽ ഇവരുടെ സമാഗമനത്തിന് ശേഷം പൗലൂസ് അവരോട് സുവിശേഷം പറഞ്ഞല്ല, അതിനൊക്കെ ഒത്തിരി നാൾ മുമ്പ് തന്നെ അവർ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തീയ സാക്ഷ്യം പുലർത്തുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞ നിർത്തിയ ഭാഗത്തേക്ക് വീണ്ടും കടന്നു വരാം. പത്രോസിന്റെ സിംഹാസനം സ്ഥാപിച്ചത് മുതൽ അല്ലെങ്കിൽ പത്രോസ് അടിസ്ഥാനമിട്ട് ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് അത് വികസിച്ചു എന്ന് സഭയായിട്ടും ആഗോള ക്രൈസ്തവ സമൂഹമായിട്ടും മാറിയെന്നൊക്കെയുള്ള വിശ്വാസം വളരെ പരക്കെ പ്രചരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒപ്പം തന്നെ മറ്റൊരു കൂട്ടർ വളരെ ശക്തമായി ഈ ലേഖനം എഴുതിയതിന്റെയും അല്ലെങ്കിൽ പൗലൂസ് പിന്നീട് ലേഖനം എഴുതി ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞ് ഇവിടെ സന്ദർശിക്കുന്നുണ്ട് റോമിലേക്ക്. അത്തരത്തിലുള്ള സന്ദർശനങ്ങളും സഭയുടെ പരിപാലനവും സഭയുടെ പഠിപ്പിക്കലുകളും സഭയുടെ കാര്യക്രമങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ട് പൗലൂസും ഈ സഭ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് രണ്ടിനും ഉപോത്ബലകമായി തെളിവായിട്ട് അവർ കൊണ്ടുവരുന്നത് രണ്ടുപേരുടെയും പ്രവർത്തനം റോം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അങ്ങനെ റോം കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനം ഉണ്ടാകുകയും പിന്നീട് രണ്ടുപേരും അവിടെ രക്തസാക്ഷികളായി മരിക്കുവാനും ഇടയായി തീർന്നു. ഇത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ സഭയുടെ സ്ഥാപകർ അവരാണെന്ന് അവകാശം പറയുന്ന ആളുകളുമുണ്ട്. ഇതിനൊന്നും കൃത്യമായ തെളിവുകൾ ഈ മരിച്ചതിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ സഭ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണെങ്കിൽ ഈ പത്രോസ് അല്ലെങ്കിൽ പൗലൂസ് അല്ലെങ്കിൽ ആരാണ് അവിടെ സുവിശേഷം പ്രചരിപ്പിച്ചതും അല്ലെങ്കിൽ ഈ സഭയുടെ രൂപീകരണത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചവരും ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് AD 30 പെന്തക്കോസ്ത് പെരുന്നാളിൽ സംബന്ധിച്ച് ജനക്കൂട്ടത്തെ സംബന്ധിച്ച് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തി 2:10 നമ്മൾ വായിക്കുന്നുണ്ട്. അവരിൽ റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും അന്ന് അവിടെ സന്നിധരായവരിൽ നിന്നും ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ റോമിൽ വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും. ശ്രദ്ധിക്കണം ആ വാക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യം. നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ വരുന്നു, ജനമെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ ഒന്നിച്ച് ജനം കൂടുന്നു. പിന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. അവരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ജനം പിന്നീട് അവിടെ ചിതറിപ്പോകുന്നു. എവിടെയൊക്കെ ജനം ചിതറിപ്പോയി അല്ലെങ്കിൽ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ താങ്കളുടെ പ്രാദേശിക ഇടങ്ങളിൽ, ശ്രദ്ധിക്കുക, പ്രാദേശിക ഇടങ്ങളിൽ സുവിശേഷം പങ്കുവെക്കുകയും ചെറിയ കൂട്ടങ്ങൾക്ക് ക്രിസ്തു മതാനുസാരികളായ കുറെ ആളുകളെ വാർത്തെടുക്കുകയും അവിടെ സഭ രൂപീകൃതമായിട്ട് കാണാൻ കഴിയും. വാസ്തവത്തിൽ അതിന്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്: റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും, യഹൂദ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകളും അന്നവിടെ ഉണ്ടായിരുന്നു. ഇവർ എന്ത് ചെയ്യുന്നറിയാമോ? പിന്നീട് മടങ്ങിപ്പോയി അവിടെ സഭ സ്ഥാപിച്ചു എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. അതിന് ഉപോത്ബലകമായി 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ എഴുത്തുകാരനായ അംബ്രോസിസ്റ്റർ എന്ന് പറയുന്ന റോമാൻ എഴുത്തുകാരൻ ഈ കാര്യം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തായിട്ട് കാണാൻ കഴിയും. തന്റെ രേഖപ്പെടുത്തൽ ഇങ്ങനെയാണ്: അപ്പോസ്തല കാലത്ത് യഹൂദന്മാർ റോമിൽ ജീവിച്ചിരുന്നു എന്നത് അറിവുള്ളതാണ്. ശ്രദ്ധിക്കണം, കാരണം അവൻ റോമൻ സാമ്രാജ്യത്തിലെ പ്രജകളായിരുന്നു. അവരിൽ ക്രിസ്ത്യാനികളായി തീർന്നവർ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നും ന്യായപ്രമാണം പാലിക്കണമെന്നുള്ള സന്ദേശം റോമാക്കാരോട് അറിയിച്ചു എന്ന് താൻ 4-ാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ സഭയുടെയൊക്കെ ആരംഭം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ക്രിസ്തുവിലേക്ക് ആദായപ്പെടുന്നതിന്റെ ഒരു മറുപുറം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറം യഥാർത്ഥത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വളരെ ഈ ക്രിസ്തുമാർഗത്തിലേക്ക് ആദിമസഭയിൽ അംഗമായിരിക്കുന്ന ആളുകളെല്ലാം യഹൂദ മതാനുസാരികളോ അല്ലെങ്കിൽ യഹൂദേതര അല്ലെങ്കിൽ വിജാതീയരായിരിക്കുന്ന ആളുകളോ ആയിരുന്നു നമുക്കറിയാം. അവരെല്ലാം തീവ്രമായ വിശ്വാസത്തിനു വേണ്ടി നിന്ന ആളുകളാണ്. അവരെയൊക്കെ കൃത്യമായി ഈ മാർഗത്തിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കണമെങ്കിൽ, അത്തരത്തിലൊരു കീഴ്വഴക്കത്തിലേക്ക് അവർ വഴങ്ങണമെങ്കിൽ, അവർ വിധേയപ്പെടണമെങ്കിൽ കൃത്യമായി അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവണം. ഒന്ന്, അല്ലെങ്കിൽ അവർ കൃത്യമായി അത്ഭുതങ്ങൾ കാണണം, അവർ കൃത്യമായി അടയാളങ്ങൾ കാണണം. ഇനി മറിച്ച് മറ്റൊരു കാര്യം കൂടി, അവർ അതുവരെ അനുവർത്തിച്ചു വരുന്ന, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന, അവർ പാലിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തെറ്റാണെന്ന് പഠിക്കാൻ സമ്മതിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു സമ്മതം ഉണ്ടാകണമെങ്കിൽ നന്നായി അവരോട് ക്രിസ്തു മതവിശ്വാസത്തെ സംബന്ധിച്ചും പുതിയ നിയമ വിശ്വാസത്തെ സംബന്ധിച്ചും ന്യായപ്രമാണത്തിന്റെ പൊള്ളത്തരങ്ങളെയും അതിന്റെ ഇല്ലായ്മകളെയും അതിന്റെ ചെയ്തികളെയും കർമ്മങ്ങളെയും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേ അവർക്ക് നന്നായി അവരെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവർ അതിലേക്ക് വഴങ്ങുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയും ഉള്ളൂ. അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ആദിമ നൂറ്റാണ്ടിൽ അനുഭവത്തിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞ ആളുകൾ റോമിലേക്ക് മടങ്ങി വരികയും അവിടെ അവർ ക്രിസ്തു സാക്ഷ്യം പുലർത്തുകയും ക്രിസ്തു സാക്ഷ്യം പുലർത്തിയതിന്റെ ഫലമായി അനേകർ ക്രിസ്തു മാർഗത്തിലേക്ക് എന്ത് ചെയ്തു? വന്നു. അവിടെ
ഈ റോമാസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലികത്വം ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സഭയാണ് എന്ത് റോമാസഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോസ്തോലികത്വം അവകാശപ്പെടാനില്ലാതെ സാക്ഷ്യം നിമിത്തം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ ആരെയും കൂടാതെ സഭ രൂപീകൃതമായി എന്നതാണ് വാസ്തവം. എങ്ങനെ? ഈ അനുഭവമുള്ള ആളുകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് അവിടേക്ക് ക്രിസ്തുവിനെ ആദായപ്പെടുത്തി എന്നുള്ളത്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പണ്ടൊക്കെ പറ്റുമായിരുന്നു അല്ലേ? ഇന്നിപ്പം അറ്റ്ലീസ്റ്റ് നമുക്കൊരു വയറ്റുവേനയെങ്കിലും മാറിയില്ലെങ്കിൽ ആരാണ് വരുന്നത് അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു നടുവേനയെങ്കിലും ഇന്ന് മാറണം അല്ലേ? ചെറിയൊരു അത്ഭുതം അല്ലേ? ഒരു അടയാളം, അറ്റ്ലീസ്റ്റ് ഒരു ഭൂതമെങ്കിലും ഒന്നിളകി. ശരിയല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാ. ശ്രദ്ധിച്ചേ, ഞാൻ ഡൽഹി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെക്കേഷന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാന്ന് തോന്നുന്നു, വെക്കേഷന് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം പഠിച്ച ആളുകൾ ഞാൻ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് വലിയ പ്രശ്നം. എന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. വെക്കേഷൻ ഞങ്ങൾ ഈ യു പി ലക്നോയിൽ വർക്ക് ചെയ്യാം. നമുക്ക് ആകെ അറിയാവുന്ന ഹിന്ദി എന്ന് പറഞ്ഞാൽ അച്ഛാ കിതാബെ 50 പൈസ വേണേ ലേലു വേണ്ടേ ദേതു എന്നുള്ളത്. അച്ഛാ കിതാബെ 50 പൈസ പുസ്തമിക്കുവാണ്. എന്നിട്ട് അത് വിട്ടിട്ട് വേണം നമുക്ക് ചില്ലി ചിക്കനും കഴിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കണ്ട് ചപ്പാത്തി ഉണ്ടാക്കി പൈപ്പ് വെള്ളത്തിലെ മുളക് മാത്രം കലക്കി കഴിക്കുക. 5 പേര് 6 പേര് പുസ്തകം തന്ന് ഒരു ഏരിയയിൽ വിട്ട് നമ്മൾ സുവിശേഷം പറയുകയും അതുകൊണ്ട് ജീവിക്കുകയും. വെക്കേഷൻ മിനിസ്ട്രി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ എങ്ങനെയും അപ്പം അവിടെ ഒരു 2 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 രൂപ ഉണ്ടെങ്കിൽ പൊടിയും കിട്ടും, ചായപ്പൊടിയും കിട്ടും, പിന്നെ ഈ മുളകും വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ സാധനം സബ്ജിയൊക്കെ വാങ്ങിച്ച് ആവശ്യമായിട്ട് നമുക്ക് കഴിയാം ഒരു ദിവസം. ഇത്ര മതി. അപ്പം പുസ്തകം വിറ്റ് ആദ്യമൊക്കെ ആൾക്കാർ വാങ്ങിക്കും. പച്ചാക്ക ഖാനിയെ 50 പൈസ വേണേ ലേലു വേണ്ടേ ദേതു, വേണ്ടെന്നുള്ളത് വളരെ സ്പീഡിൽ പറയും. ചുരുക്കം പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇത് കൊടുത്ത് യേശുവിനെ കുറിച്ച്. അപ്പം ഹിന്ദി അറിയാവുന്ന ആൾക്കാരും കൂടെ ഉണ്ട്. ഹിന്ദി യേശുവിനെ അറിയാവുന്നൊക്കെ ചോദിച്ചു വന്നപ്പം അവർ പറഞ്ഞു, ഞങ്ങളുടെ യേശുവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഗ്രാമത്തിൽ യേശു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മളറിയാത്തൊരു യേശു എവിടെ? യു പിയിൽ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് ഇവിടെ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം വരാൻ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അവർ ഗാവിനുള്ളിലേക്ക് അകത്തേക്ക് ഉണ്ട്. അപ്പൊ അങ്ങ് കുറച്ച് ഗാവ് നടന്ന് അങ്ങ് ചെല്ലുമ്പം ഒരു ചെറിയ ഹട്ട്, ഒരു ചെറിയ കുടില് അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ അവിടുത്തെ ഈ പന ഓല കൊണ്ടിങ്ങനെ ഉണ്ടാക്കി ചാണകമൊക്കെ മേടി മുകളിലെല്ലാം വെച്ച് ഇങ്ങനെ ചെറിയ വാതിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന് ഇവര് ബാബുജി വയ്യ എന്നൊക്കെ വിളിച്ച് ഇവര് ഇങ്ങനെ ഒച്ച വെച്ചപ്പം അപ്പൊ അതൊക്കെ ആ ചെറിയ ഓല കൊണ്ടുണ്ടാക്കിയ ആ മറ അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് ഒരാള് ഇറങ്ങി വന്നു. ഒരു കാഷായ വേഷം ധരിച്ചാണ്. ഞങ്ങൾ കുറച്ച് പെട്ടുപോയല്ല മനുഷ്യനെ, BJP-കാരുടെ കോട്ടയ്ക്കകത്താണ് അവർ കൊണ്ടുപോയത്, എല്ലാം കൊണ്ടുപോകണോ എന്നൊക്കെ ഓർത്ത് ഞങ്ങളെന്ന് നിന്നപ്പം ഇദ്ദേഹം താടിയും മുടിയൊക്കെ വളർത്തി ഒരു മനുഷ്യൻ, വളരെ മെലിഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹം ഹിന്ദിയിൽ ആദ്യം ഞങ്ങളോട് ചോദിച്ചു, എന്താ കാര്യം, എന്തിനാ വന്നേ, ഇവരാരാ? അപ്പൊ ഇവര് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയാൻ വന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു യേശു ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് അങ്ങയുടെ കൂട്ടിക്കൊണ്ട് വന്നാന്ന്. അപ്പം ഇവരോട് ചോദിച്ചു എവിടുത്തുകാരനായി. ഇപ്പൊ ഞങ്ങൾ കുറെ പേര് മലയാളീസ് ഉണ്ട്, കുറെ ഹിന്ദിക്കാരും ഉണ്ട്. ഞങ്ങൾ ഇവര് കൂടുതലും ഭൂരിപക്ഷം ആൾക്കാർ മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ. ഉടനെ ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. അപ്പം ചോദിച്ചു പറഞ്ഞു പിടിച്ച് വന്നപ്പം പാലായിൽ നിന്ന് വന്ന ഒരു തോമസ് ചേട്ടൻ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അധ്യാപകനായി പോയി. അദ്ദേഹം പിന്നീട് സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. താൻ തന്റെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി അവിടെ ഹോമിച്ചു. താൻ ഒരു ക്രിസ്തു ഭക്തനായി, ഒരു ക്രിസ്തുവായി അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ താൻ എന്ത് പറഞ്ഞോ എന്ത് പഠിപ്പിക്കുന്നു അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കേവലം അധരചർവണം എന്ന് പറയുന്ന സുവിശേഷ പ്രചാരണ വേലയായിരുന്നില്ല, മറിച്ച് ജീവിതം കൊണ്ട് സുവിശേഷം പങ്കുവെക്കുകയായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ കുടുംബമില്ലാതെ ആ ഗ്രാമീണർക്ക് വേണ്ടി ജീവിച്ചു. അവിടെ സ്കൂൾ സ്ഥാപിക്കുന്നു, കിണർ കുത്തി കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ദൈവദൂതനായിട്ട് അവരെ പരിഗണിച്ച് അദ്ദേഹത്തെ അവരെ കാണുകയും അവരെ നാട് മുഴുവൻ അദ്ദേഹത്തെ ക്രിസ്തുവായിട്ട്, യേശുവായിട്ട് കാണുകയും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാസ്തവത്തിൽ ഈ ആദിമസഭയുടെയൊക്കെ
അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരിൽ സാക്ഷ്യമായിരുന്നു വാസ്തവത്തിൽ ക്രിസ്തു സഭയുടെയൊക്കെ സഭാ രൂപീകരണത്തിൽ, ഒരു വ്യക്തിയുടെ രൂപീകരണത്തിന് നിദാനമായിരുന്നു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ തങ്ങൾ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അത് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മറ്റൊരാൾക്ക് അത് സത്യമാണെന്നുള്ള ബോധ്യത്തിൽ ഈ സത്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു 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 എന്താ പറയുക, ഒരു പ്രജനന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ജനന പ്രക്രിയ ഉണ്ടാകി, ഒരു വീണ്ടും ജനനം ഉണ്ടാകി. അപ്പം സുവിശേഷം പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ അറിഞ്ഞത്, തങ്ങൾ പറഞ്ഞത്, തങ്ങൾ കേട്ടത്, തങ്ങൾക്കുണ്ടായ രൂപാന്തരം, ഇത്തരം അനുഭവങ്ങളെ വളരെ ലളിതമായിട്ട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അല്ലാതെ സുവിശേഷത്തിന്റെയോ ആ കാലഘട്ടങ്ങളൊന്നും ഇത്തരത്തിലൊന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഒന്നും വ്യാഖ്യാനങ്ങളോ ആഖ്യാനങ്ങളോ ഒന്നുമില്ല, കഥ പറച്ചിലോ അല്ലെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. മറിച്ച് അവർ അനുഭവിക്കുന്നത്, അവർ അനുഭവിച്ചത്, അവർ കണ്ടത്, ജീവിതം എന്താണെന്ന്, ജീവിതത്തിൽ എന്താണ് ക്രിസ്തു എന്ന് അവർ തിരിച്ചറിഞ്ഞത് സാക്ഷ്യപ്പെടുത്തിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം നടത്തിയതേ ഉള്ളൂ. ആ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടണമെങ്കിൽ എന്താ ഇത്ര അനുഭവങ്ങളല്ലേ. ഇന്നത്തെ കാലത്ത് 3000 പേര് മുമ്പിൽ നിന്ന് ഒരാളെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അവസാനം 3 പേരിൽ അവസാനിക്കുന്ന ഒരു ഗതികേടിലേക്ക് വന്നൊരു കാലത്ത് പലതും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി നിങ്ങൾ പിടിച്ച വിശ്വാസം, അറിഞ്ഞ വിശ്വാസത്തിൽ ഉറയ്ക്കാനുള്ള ആർജവം കാണിക്കണം. കാരണം മുൻകാലങ്ങളിൽ പലപ്പോഴും നമ്മുടെ പിതാക്കന്മാർ തീട്ടൂരമെന്ന് എന്ന് പറഞ്ഞാൽ മലിനമെന്ന് ചിന്തിച്ച പലതും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്ന ഈ തീട്ടൂരം എന്ന് പറഞ്ഞത് നല്ല ഭാഷയാട്ടോ, മാലിന്യം അല്ലെങ്കിൽ മലിനത എന്ന അർത്ഥം. അപ്പൊ അങ്ങനെ മലിനമെന്നത്, ഉപയോഗിക്കാൻ ശൂന്യമായത്, നമുക്ക് കൊള്ളില്ലാത്തത് എന്ത് ചെയ്യാ, പിതാക്കന്മാർ വലിച്ചെറിഞ്ഞത് അബദ്ധമായി പോയെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തത്വത്തിനു വേണ്ടി കൃത്യമായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുക. കോട്ടെ, അതാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. റോമാസഭ ഉത്ഭൂതമായതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഈ ആളുകളുടെ സാക്ഷ്യം നിമിത്തം ക്രിസ്തുവിനെ വാഗ്ധോരണി കൊണ്ട് അല്ലെങ്കിൽ വാമൊഴിയായി പരസ്യമായി പ്രഖ്യാപിക്കുന്നതിലൂടെ, പറയുന്നതിലൂടെ, സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ആളുകൾ അവിടെ ജനിക്കാനും ക്രിസ്തുവിൽ ജനിക്കാനും സഭ രൂപീകൃതമാകുവാനും ഇടയായി തീർന്നു എന്ന് നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കുക. ഇപ്പം അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം അത് ഞാൻ ഈ 2 കാര്യങ്ങൾ നിങ്ങളെ പിന്നീട് ഞാൻ പഠിപ്പിക്കും. കാരണം ആദ്യമേ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഈ കയ്യെഴുത്ത് പ്രതിയെ സംബന്ധിച്ചുള്ള ചില വാദമുഖങ്ങൾ, രണ്ടാമത് 16-ാം അധ്യായത്തിലെ ഒരു തർക്ക വിതർക്ക കാര്യങ്ങൾ, ഇത് രണ്ടും ഞാൻ ഇതിന്റെ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയാം. കാരണം ഈ ഇൻട്രൊഡക്ഷനിൽ അതെല്ലാം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, 16-ാം അധ്യായത്തിൽ ഈ തനിക്ക് മുമ്പായി സുവിശേഷം പങ്കുവെച്ച പല ആളുകളെയും പൗലോസ് പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് അന്ത്രോനിക്കോസും യൂനിയാവും. 16:7. അപ്പം ഈ തനിക്ക് മുമ്പ് തന്നെ ആളുകൾ അവിടെ കടന്നുപോയി, ആളുകളുണ്ട്, സുവിശേഷം പ്രചരിപ്പിച്ചു എന്നും അവിടെ സഭ രൂപീകൃതമായെന്നും ഒക്കെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യഹൂദ പാരമ്പര്യത്തിലുള്ള ആളുകളും ഈ ജാതീയമായ പശ്ചാത്തലത്തിലുള്ള ആളുകളും ശക്തമായി നിൽക്കുന്ന ഒരു സഭയായിരുന്നു റോമൻ സഭ. എന്നാലും റോമൻ സഭയിലെ അധികം മേധാവിത്വം ഉണ്ടായിരുന്നത് ഈ പാരമ്പര്യവാദികളായ ന്യായപ്രമാണവാദികളായിരുന്ന യഹൂദന്മാർക്കാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം ഈ കത്ത് താൻ അയച്ച ശേഷം ഒരു 3 വർഷം കഴിഞ്ഞാണ് പൗലോസ് അവിടെ ചെല്ലുന്നത് ഒരു സ്വതന്ത്ര സുവിശേഷകനായിട്ടല്ല, മറിച്ച് റോമ ഗവൺമെന്റിന്റെ തടവുകാരനായി ചക്രവർത്തിയുടെ മുമ്പാകെ വിസ്തരിക്കപ്പെടാനായിരുന്നു താൻ അവിടെ കടന്നു ചെല്ലുന്നത്. റോമാലേഖനം 15-ാം അധ്യായം 31-ാം വാക്യം. യെരുശലേമിൽ തനിക്ക് ആപത്തുണ്ടാകും എന്ന് ഉത്കണ്ഠ തന്റെ ലേഖനത്തിൽ താൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ യെരുശലേമിൽ ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? പിൽക്കാലത്ത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. താൻ തടവിലാകുന്നു. അവസാനം റോമിൽ AD 60
വളരെ അപകടം അല്ലെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് താൻ അവിടെ ചെല്ലുകയും വളരെ ദൂരത്ത് തന്നെ വെച്ച് തന്നെ അവിടെയുള്ള ആളുകൾ സ്വീകരിക്കുകയും ചെയ്തായിട്ട് കാണാൻ കഴിയും. അങ്ങനെ 2 വർഷം താന് റോമിലെ വീട്ടുതലങ്ങളിൽ കഴിഞ്ഞു. അവിടെ വെച്ചാണ് താൻ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതാൻ ഇടയായി തീർന്നത്. അപ്പം ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങളെല്ലാം തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റോമാസഭ എന്ന് പറയുന്നത് പൗലൂസോ പത്രോസോ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ സഭയുടെ സ്ഥാപനം സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് ഉള്ള ഒരു ഉണ്ടായിരുന്നുവെന്നും അത് ഇത്തരത്തിൽ പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തുവിനെ അറിഞ്ഞ ആളുകളുടെ കൂട്ടമായിരുന്നു ആ സഭയുടെ ആരംഭം എന്നും നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ സഭ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ലേഖനത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ റോമാലേഖനത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ദൈവനീതിയും ദൈവസ്നേഹവും യുക്തിയുക്തമായി വിശദീകരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പല ഉപശീർഷകങ്ങളിലൂടെ നമുക്ക് ഇതിനെ കാണാൻ കഴിയുമെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുവായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, വിശ്വാസമാർഗത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി. വിശ്വാസമാർഗത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി റോമാലേഖനത്തിന്റെ വിഷയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസമാർഗത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി എന്ന് പറയുന്നത്. ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉപദേശ സംഹിതയുടെ സമാഹാരമോ അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ വിശദീകരണങ്ങളോ മാത്രമായിരുന്നില്ല. ഒന്നുകൂടി ഞാൻ പറയാം, ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് കുറെ ഉപദേശങ്ങളുടെ സമാഹാരമോ അരുതുകളുടെയും ചെയ്യാമെന്നുള്ള അലംഘനീയമായ നിയമങ്ങളുടെയും ഒക്കെ ആകത്തുക ആയിരുന്നില്ല. മറിച്ച് മാനവ ജാതിയുടെ സമ്പൂർണ്ണ രക്ഷയെ വെളിപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. അതിന്റെ വിശദീകരണമാണ് വളരെ വിശാലമായി റോമാലേഖനത്തിൽ പറയുന്നു. വിശ്വാസമാർഗത്തിൽ വെളിപ്പെടുന്ന ഒന്ന്, ദൈവനീതി. ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. രണ്ടാമത്, വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവകൃപ. 2, വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവകൃപ. ഒന്നാമത്തത്, വിശ്വാസമാർഗത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി. ദൈവത്തിന്റെ നീതി എങ്ങനെയൊക്കെയാണ് വെളിപ്പെടുന്നത്? നമ്മൾ ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവിൽ ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ. 2, വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവകൃപ. ഈ റോമാലേഖനത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്, ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത, ബൈബിളിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവന്റെ ഉള്ള അവസ്ഥയെ, അവൻ ആരാണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയും ഒപ്പം തന്നെ അവന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാനുള്ള മാർഗം കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ക്രിസ്തീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത്. മനുഷ്യനെല്ലാം പാപിയ എന്ന് പറഞ്ഞവനെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതൊരു ശാപമായിട്ടോ അവന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവ വൈകല്യമായിട്ടോ സാമൂഹിക വ്യവസ്ഥിതിക്ക് എതിരായി അവൻ പ്രവർത്തിക്കുന്ന വ്യക്തിയായി അവനെ ചിത്രീകരിക്കുകയോ ചെയ്യാതെ, ഇങ്ങനെയാണെങ്കിൽ പോലും നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ നീതീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപയാൽ നീ പൊതിയപ്പെടും എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. അതിന്റെ വിശദീകരണമാണ് റോമാലേഖനത്തിലെ പല ഭാഗങ്ങൾ എന്ന് കാണാൻ കഴിയും. ഇനി മൂന്നാമത്തെ കാര്യം, പാപിയായ മനുഷ്യനെ ക്രിസ്തുവിലൂടെ രക്ഷിക്കുന്ന നീതിമാനായ ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. പാപിയായ മനുഷ്യനെ ക്രിസ്തുവിലൂടെ രക്ഷിക്കുന്ന നീതിമാനായ ദൈവം.
നമ്മൾ ഈ രക്ഷ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ബൈബിളിന്റെയൊക്കെ ഒരു 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 ഉള്ളടക്കം എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പൊക്കോട്ടെ എന്ന് കരുതി അവനെ തള്ളിക്കളയുകയല്ല, അവന്റെ പിന്നാലെ പുറകെ ചെല്ലുന്ന, അവനെ വീണ്ടും സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ വിശദീകരണമാണ് വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകം. ചെയ്തു പോയ തെറ്റിന് കൃത്യമായി ശിക്ഷ അനുഭവിക്കണം, അതൊരു പ്രകൃതി നിയമമാണ്, അതങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവൻ അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയെങ്കിൽ പോലും അനുതാപത്തോടു കൂടി മടങ്ങി വരാമെങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടെന്ന് പറയുന്ന ഒരു ഇടമാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. നീ ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിന്റെ 1-ാം പുസ്തകം മുതൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആരംഭം പോലും നഷ്ടപ്പെട്ടു പോയി മനുഷ്യനെ തേടി വരുന്ന എത്രയോ മാർഗങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയും. എത്രയോ മാർഗങ്ങൾ, അല്ലേ? ദൈവികമായ സംസർഗത്തിൽ നിന്നും അന്യാധീനപ്പെട്ടു പോയ മനുഷ്യനെ തേടി അവന്റെ പിറകെ കൂടാരം അടിച്ചുകൊണ്ട് സമാഗമന കൂടാരമായി, യാഗപീഠമായി, അല്ലേ? പിന്നെ മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയുന്ന പുരോഹിതന്മാരായിട്ടും, മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യനുമായി സംവദിക്കുന്ന പ്രവാചകന്മാരായിട്ടും പ്രവാചകന്മാരെ നിയമിച്ചു. രാജാക്കന്മാർ വേണമെന്ന് പറഞ്ഞപ്പോൾ രാജാക്കന്മാരെ നിയമിച്ചു. പിന്നെ ന്യായാധിപന്മാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ന്യായാധിപന്മാരെ നിയമിച്ചും, സമാഗമന കൂടാരം ഉണ്ടാക്കിയും യാഗപീഠം ഉണ്ടാക്കിയും ഒക്കെ 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 പഴയ നിയമത്തിന്റെ ഏടുകളിലൂടെ ഈ രക്ഷ ഇങ്ങനെ ഇവന്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുതാപത്തോടു കൂടി ഏറ്റു പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിന് പ്രായശ്ചിത്തമായി ക്രമമാർഗങ്ങളിലൂടെ ന്യായപ്രമാണം പറയുന്നത് ചെയ്യുകയും, അപ്പോൾ വീണ്ടും പഴയ ആവർത്തി എന്ത് ചെയ്യുക, വീണ്ടും ഒരു ചാക്രീയ പ്രക്രിയ എന്ന് പറഞ്ഞ പോലെ ഒരു സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന പോലെ എന്ത് ചെയ്യുക, പാപം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, മോക്ഷം കിട്ടുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, കുറെ നാൾ ജീവിക്കുന്നു, പിന്നെ എന്ത് ചെയ്യും, ഒരു കാളക്കുട്ടിയെ വാങ്ങിക്കുന്നു, പിന്നെ യാഗമർപ്പിക്കുന്നു, മോക്ഷം കിട്ടുന്നു, പിന്നെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. ഈ ബൈബിളിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംരക്ഷണ കവചം എപ്പോഴും മനുഷ്യനെ തേടി പുറകെ പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ കൂടാരമില്ല, പ്രവാചകനില്ല, പുരോഹിതനില്ല, പിന്നെ ധൂപകലശമില്ല, യാഗപീഠമില്ല. സാക്ഷാൽ മനുഷ്യൻ, നീ അതൊന്നും ചെയ്യണ്ട, അവന്റെ ഉള്ളിൽ വസിക്കാൻ, അവന്റെ ഗാത്രം ദൈവത്തിന്റെ ക്ഷേത്രമാക്കി തീർത്തുകൊണ്ട് അവനെ അവന്റെ ഉള്ളിൽ വസിക്കാൻ പ്രാപ്തിയുള്ളവനാക്കി തീർക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ബൈബിളിന്റെ രക്ഷണ്യ പദ്ധതി എത്തിച്ചേരുന്നു. അപ്പം ഇത് സാധാരണ കാര്യമല്ല. നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളൊക്കെ ഏതോ യോഗത്തിന് പോയപ്പോൾ, അല്ലെങ്കിൽ ആരൊക്കെ നമ്മോട് ദൂത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വചനം കേട്ടപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ഒരു മനംതിരിവാണ് വാസ്തവത്തിൽ നമ്മൾ ഈ മാർഗത്തിലേക്ക് ഒന്ന് തിരിയാൻ കാരണമെന്ന്. അല്ല, അതിനപ്പുറമായി നമ്മളിലൊക്കെ പ്രവർത്തിച്ച ഒരു വലിയ ചാലക ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവാകാം, വചനമാകാം, ഇതിലേക്ക് തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അപ്പം അത്തരത്തിലൊരു വലിയ രക്ഷണീയ പദ്ധതിയുടെ ഒരു ഭാഗം, ഒരു ഉൽപ്പന്നമാണ് നമ്മൾ, അതിനൊരു ഭാഗമാണ് നമ്മൾ എന്ന് ചിന്തിക്കണം. അതിന്റെ വലിയ വിശാലമായ വിശദീകരണമാണ് റോമാലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി ശ്രദ്ധിക്കുക, റോമാലേഖനത്തെ 5 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. പഠന എളുപ്പത്തിനും അല്ലെങ്കിൽ വിഷയങ്ങളുടെ വിഭജനത്തിനും അടിസ്ഥാനത്തിൽ 5 പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തിരിക്കാൻ കഴിയും. 1, യേശുക്രിസ്തുവിന്റെ യാഗമരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിയെയും രക്ഷിക്കുന്ന തികവുള്ള ദൈവനീതിയുടെ ചിത്രീകരണം. ഇത്രയും നീട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ പറയാം, എന്നാൽ നോട്ടിനകത്ത് ഇത് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഒന്ന് എഴുതിക്കൂ. യേശുക്രിസ്തുവിന്റെ യാഗമരണ പുനരുദ്ധാനങ്ങളിൽ, യേശുക്രിസ്തുവിന്റെ യാഗമരണ പുനരുദ്ധാനങ്ങളിൽ
വിശ്വസിക്കുന്ന ഏതൊരു പാപിയെയും രക്ഷിക്കുന്ന തികവുള്ള ദൈവനീതിയുടെ ചിത്രീകരണം. ഈ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ റോമാലേഖനത്തിന്റെ പ്രത്യേകത, നമുക്ക് ഏറെ പരിചയമുള്ള ഒരുപാട് കോടതി വാക്കുകൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ യാഗമരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിയെയും രക്ഷിക്കുന്ന തികവുള്ള ദൈവനീതിയുടെ ചിത്രീകരണം. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞത് റോമാലേഖനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കോടതി വ്യവഹാര വാക്കുകൾ, കോടതിയിൽ വ്യവഹാര സംബന്ധമായി അല്ലെങ്കിൽ തർക്ക വിതർക്കങ്ങൾക്ക് നിയമങ്ങളെ വെച്ചുകൊണ്ട് ലോ പോയിന്റ് പറഞ്ഞ് ഒരു കൾപ്രിറ്റിനെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഉപോത്ബലകമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വാക്കുകൾ കോടതിയിൽ ഉപയോഗിക്കാറുണ്ട്. കോടതി വ്യവഹാര വാക്കുകൾ എന്ന് പറയാം. അപ്പൊ അത്തരം വാക്കുകളുടെയൊക്കെ ചില വാക്കുകളുടെ ഉപയോഗം നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് നീതി എന്ന് പറയുക, നീതി. പിന്നെ രക്ഷിക്കുക എന്ന് പറയുക, പിന്നെ തികവുള്ളതെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഇപ്പം ഒരു പാപം ചെയ്തു പോയ തെറ്റ് ചെയ്ത ഒരുവനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം കോടതിയിൽ എപ്പോഴും സ്വീകരിക്കുന്നതും തെളിവുകളാണ്. തെളിവുകളുടെ അഭാവത്താൽ കുറ്റക്കാരനാണെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയെങ്കിലും തെളിവുകളുടെ അഭാവത്താൽ രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ ക്രൂരമായ കുറ്റവാളികളെ നമുക്ക് കാണാൻ കഴിയും. നീതിന്യായ വ്യവസ്ഥകൾ പറയുന്നത് തന്നെ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി ഒരു നീതിമാൻ കുറ്റവാളിയായി തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. വാസ്തവത്തിൽ ഈ ഒരു കോടതിയിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരുവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വക്കീൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തി വാദിക്കുന്നത് പോലെ പാപിയായ മനുഷ്യന്റെ മധ്യത്തിൽ നിയമജ്ഞനായി അല്ലെങ്കിൽ വക്കീലായി അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി ആരോടാ പറയുന്നത്? ജഡ്ജി എന്ന നിലയിൽ അല്ലെങ്കിൽ നീതിമാനായ ദൈവത്തോട് പറയുകയാണ്, ഇവൻ ഈ തെറ്റ് ചെയ്തു പോയി, പക്ഷെ ഇവന് പകരമായി ഇന്ന ചെയ്യാം എന്ന് പറഞ്ഞ് വാദിക്കുന്ന അവന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ അതിന്റെ ഒരു ഉദാഹരണം, നമ്മൾ കർത്താവും തന്റെ ശിഷ്യന്മാരും കൂടി കടന്നു വരുന്ന ഒരു സമയത്ത് അത്തിയെ നോക്കി ഈ ഫലം അന്വേഷിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പം വീട്ടുടമസ്ഥൻ ഉടയം പറയും, വെട്ടിക്കളഞ്ഞേര്, എന്നിട്ട് കാര്യമൊന്നുമില്ല, വെട്ടിത്തുറക്കളഞ്ഞേര്. പക്ഷേ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ തോട്ടക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, നീക്ക് ഒരു വർഷം കൂടി കൊടുക്കും, ഒരു ചാൻസ് കൂടി കൊടുക്കും, നമുക്ക് നോക്കാം, ഞാൻ അതിന് വളമിടുകാം, അതിനെ കിളച്ച് വൃത്തിയാക്കാം, അതിന് വെള്ളമൊഴിക്കാം, അതിന് കൃത്യമായി പരിചരണം കൊടുക്കാം, ഒരു വർഷം കൂടി കാക്കാം, അത് കായ്ക്കോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളെ കാണാൻ കഴിയും. ഇതുപോലെ ഇത് ഈ റോമാലേഖനത്തിന്റെ 5 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗം ഇതാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ദൈവനീതിക്ക് വേണ്ടി ശരിയായ നിലയിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ചിത്രീകരണം, ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ഭാഗം. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിച്ച് പറയാം. രണ്ടാമത്തത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ ദൈവമുമ്പാകെ പ്രാപിക്കുന്ന നിലയും ശ്രേഷ്ഠമായ പദവിയുമാണ് രണ്ടാം ഭാഗം വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാള് പാപിയായ മനുഷ്യൻ, അവൻ പാപം മോചിക്കപ്പെട്ടവനായി തീർന്നു കഴിഞ്ഞാൽ അവന്റെ മേൽ കുറ്റാരോപിതനായി വീണ്ടും അവനെ
പരിഗണിക്കാതെ നീതിമാനായി കണക്കിടുമ്പോൾ അവന് ലഭിക്കുന്ന അവന് ഒരു അവകാശം, അല്ലെങ്കിൽ ഒരു പൊസിഷൻ, ഒരു നില, രണ്ടാമത് ശ്രേഷ്ഠത, ഒരു മാന്യത, അവന്റെ പേര് മാറുന്നു, അവന്റെ സ്ഥാനം മാറുന്നു, അവന്റെ വലിപ്പം മാറുന്നു, അവന്റെ ചിന്ത മാറുന്നു, അവന്റെ സംസ്കാരം മാറുന്നു. അവനെന്ന വ്യക്തി മറ്റൊരു ഇടത്തേക്ക് ഉയർത്തപ്പെടുകയും അവനെ ആ രീതിയിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് രണ്ടാം ഭാഗം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെടുന്ന ദൈവനീതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന പ്രമാണങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട ഒരു ജനം, പിതാക്കന്മാരിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനം, ന്യായപ്രമാണത്തെ വേദവാക്യങ്ങളായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും കാക്കുകയും പരിപാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനം, എപ്പോഴും മോശയുടെ പ്രമാണങ്ങളിൽ ഊറ്റം കൊള്ളുകയും അതാണ് ശരിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവം എങ്ങനെയാണ് നീതിയായി വെളിപ്പെട്ടതെന്ന് കൃത്യമായി റോമാലേഖനം അടയാളപ്പെടുത്തുന്നു. അതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ലേഖനങ്ങളെല്ലാം ഞാൻ പലപ്പോഴും ശുപാർശ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ സഭകളിലെ പഠിപ്പിക്കലുകളിൽ അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ഇനി പ്രസംഗിക്കാൻ പോകുമ്പം ദാവീദും ഗോലിയാത്തും എന്ന് പറയുന്ന ആ പഴയ ആ ചൂടുമുള്ള ആ പഴയ യുദ്ധ ചെയ്യുന്ന ആ കഥാപാത്രങ്ങൾക്ക് ഒരു മോദനം കൊടുക്കും. കണ്ണീരോടുകൂടി പായയുടെ അറ്റത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയെ നമ്മൾ വെറുതെ വിടണം. ഏലിയാവ് ഒത്തിരി നാളായി കിരീത്തി കിടക്കുക, പുള്ളി അവിടെ ഞാൻ ഇരുന്നോട്ടെ, നിങ്ങളെ വെറുതെ വരെ വിട്. നിങ്ങളെങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യാ, പഴയ നിയമത്തിലെ എത്ര കഥാപാത്രങ്ങൾ എടുത്ത് നമ്മള് ശ്രദ്ധിച്ച് നമുക്ക് ഇതില്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും അല്ലേ? ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആ കഥാപാത്രಕ್ಕೆ അവരെ എല്ലാം വെറുതെ വിട്ടത്. അതെല്ലാം നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ദൈവം എന്ന് പറയുന്ന സംരക്ഷണ കവചത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഇനി ഒന്നുകൂടെ പറയാം. പഴയ നിയമ കഥാപാത്രങ്ങളെല്ലാം ഇസ്രായേലിന്റെ ചരിത്രമെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് കേട്ടോ, ഞാൻ സ്വീകരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ എന്നെ കൂടുതൽ ധ്വനിപ്പിച്ചിട്ടുള്ളതും കൂടുതലൊക്കെ ജ്വലിപ്പിച്ചിട്ടുള്ളതും ദാവീദ് കല്ലെടുത്ത് വെച്ച് എയ്യുമ്പോഴുള്ള കൊന്ന ചരിത്രം പറയുമ്പോൾ ഞാൻ ഒരു വീരശൂര പരാക്രമി എന്നിൽ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നില്ല, മറിച്ച് മല്ലനായ ഗോലിയാത്തിനെയും വീഴ്ത്താൻ അഭിഷേകമുള്ള ഒരുവന്റെ ആയുധത്തിന് കഴിയുമെന്നും അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധമെന്നും ഞാൻ അതിൽ നിന്നും പഠിച്ചൊരു പാഠം. ഒന്നുകൂടി ഞാൻ പറയാം. ഗോലിയാത്തിനെ കൊല്ലാൻ കവണയിൽ കല്ലെടുത്ത് വെച്ചിട്ട് എയ്ത് അവന്റെ തിരുനെറ്റിക്ക് പൊള്ളിച്ച് വീഴിച്ച് അവന്റെ തല വെട്ടി മാറ്റുന്ന ഒരു വീരശൂര പരാക്രമിയായ ദാവീദും വീണുപോയ ഗോലിയാത്തിനെ ആ കഥ പറഞ്ഞ് രസിക്കാനോ വൈകാരികമായി ഞാൻ ഉണരാനോ ഞാൻ തൃപ്തിപ്പെടാതെ അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ചെറിയ പാഠം ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിക്കുക. അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധം. അഭിഷേകമുള്ളവന് പരിചയമുള്ള ആയുധമാണ് ദൈവത്തിന്റെ ആയുധം. എന്ന് പറഞ്ഞാൽ കൊന്നൊന്നേ കൊന്നു രണ്ടേ എന്ന് പറഞ്ഞ് ആളുകളെ കൊന്നൊടുക്കാൻ കഴിയുന്നത് ഒരുവന്റെ കയ്യിലെ പച്ചത്താടിയല്ല, കഴുതയുടെ പച്ചത്താടിയല്ല ആണ്. ഒരു വലിയ ഭീമാകാരമായിരിക്കുന്ന ഒരു വലിയ ടവർ അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ടിനെ വീഴ്ത്താൻ ഒരു പീരങ്കിയോ ഒരു JCBയോ ഒന്നും കൊണ്ടുവരുവാതെ കുടമുടച്ച് പന്തം എന്ത് ചെയ്യാ തെളിച്ച് ആർപ്പിടാൻ കഴിയുന്ന അഭിഷേകമുള്ളവരെ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ബൈബിളിലെ എത്രയോ ചരിത്രം നമ്മൾ നോക്കിക്കേ, നമ്മൾ അതിനൊക്കെ പഠിക്കേണ്ട ചരിത്രം ഇത്രയേ ഉള്ളൂ. ദൈവാഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധം. നിങ്ങളെ കഴിക്കാൻ വേണ്ടി ഒരു പട്ടി വരിക, പട്ടി ചാടി വരുന്നു. നമ്മൾ ആദ്യം പോപ്പട്ടി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ കുടയൊക്കെ വെച്ച് എന്ത് ചെയ്യും, പോപ്പട്ടി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തല്ലും. പട്ടി പോകും, വീണ്ടും ചാടി വരും. അന്നേരം അടുത്ത് നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് നമ്മൾ വെക്ക വെടി എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ പറയാം, എന്റെ പൊന്നു ചേട്ടാ വെടിവെക്കാൻ ഞാൻ ആ തോക്ക് പിടിച്ചു വാങ്ങിച്ച അതിന്റെ ആ പാർട്ടി കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും, തല്ലും. വെടിവെക്കാൻ എനിക്ക് അറിയില്ല. പക്ഷേ എന്റെ കയ്യിലേക്ക് ഞാൻ അന്ന് അപ്പോൾ കാണുന്ന ഒരു ചെറിയ കല്ലെടുത്ത് കൃത്യമായി ഉന്നത്തോടുകൂടി എറിയാൻ ഞാൻ ഒരു ശ്രമം നടത്തും. കാരണം ഈ ചെറിയ കല്ലുകൊണ്ട് നന്നായി ഉന്നം പിടിച്ചെറിയാൻ എനിക്ക് പരിചയമുണ്ട്.
തോക്കെടുത്ത് വെടിവെക്കാൻ അറിയില്ലെങ്കിലും ഒരു ചെറിയ കല്ലുകൊണ്ട് കൃത്യമായിട്ട് എറിയാൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമുക്കൊരു ശത്രു മുമ്പിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമുക്കെതിരെ വരുന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് പരിചയമുള്ള ആയുധം എന്താണോ അതെടുത്താൽ മതി. യാതൊരു പരിചയമില്ലാത്ത ആയുധം എടുത്തിട്ട് അതിന്റെ അക്ഷരാഭ്യാസവും അതിന്റെ ലസാഗും ഉസാഗും അതിന്റെ പിന്നെ ലോകരുതവും ഒക്കെ കണ്ടിട്ട് പിന്നെ ഒരു ഗുണമില്ലാതെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് പരിചയമുള്ള. അതാണ് ഞാൻ പറഞ്ഞത്, അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധം എന്ന് പറയുന്നത്. പ്രസംഗിക്കുകയല്ല, ഞാൻ ഈ പഴയ നിയമത്തിന്റെ ഏടുകൾ പ്രസംഗിക്കുമ്പോൾ എന്നെ ത്രസിപ്പിക്കുന്ന ഒരു ചെറിയ ചിന്തയാണ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. അല്ലാതെ ദൈവം നമ്മോടൊപ്പം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ദൈവം ദാവീദിനെ കൊന്ന ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ ഈ വിറപ്പിച്ച് പ്രസംഗിക്കുന്നേ? തെറ്റൊന്നുമില്ല, എനിക്ക് ഒരു വിരോധമില്ല, നിങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ നമ്മൾ പഠിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും നമ്മൾ പരാവർത്തനം ചെയ്യേണ്ടതും ജീവിതത്തിൽ പ്രായോഗികതയിൽ കൊണ്ടുവരേണ്ടതും ലേഖനങ്ങളുടെ ചിന്തകളായിരിക്കണം. അതാണ് ഞാൻ പറയാൻ വന്നത്. ശ്രദ്ധിച്ചേ, 4ാമത്തെ പോയിന്റ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനുള്ള ഉപദേശങ്ങളും പ്രബോധനമാണ് റോമാലേഖനത്തിലെ വിഷയം. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. മനസ്സിലായോ? വീരശൂര പരാക്രമങ്ങളുടെ കാലം കഴിഞ്ഞു പോയെന്ന്. ഇന്നത്തെ കാലത്ത് ഇപ്പം എയുടെ കാലമാ, ChatGPT കാലമാ, അല്ലേ? എയുടെ കാലമാ. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് കൊടുത്താൽ കൃത്യമായിട്ട് മറുപടി തരുന്ന കാലമാ. ഇവിടെ നിന്ന് കിട്ടും എന്ത് മറുപടിയും, എന്ത് ചോദ്യത്തിനും എന്ത് മറുപടിയും നമുക്ക് കിട്ടും. എല്ലാം ആധികാരികമാകണമെന്നില്ല, എങ്കിൽ പോലും ഒരു 50% അറിവുണ്ടാകാൻ നമുക്ക് അതിന് ഉപകരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കഥകളിലൊക്കെ ഇന്നും അതിന് വലിയ മാഹാത്മ്യം കൊടുക്കേണ്ട ബൈബിളിലെ തെറ്റാണെന്ന് ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സഭകളിൽ പഠിപ്പിക്കേണ്ടതും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ലേഖനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ ലേഖനങ്ങളുടെ പ്രത്യേകത? ലേഖനങ്ങൾ എന്ന് പറയുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനുള്ള ഉപദേശം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ. പിന്നെ പ്രബോധനങ്ങളാണ്, വാസ്തവത്തിൽ സാരോപദേശങ്ങളാണ്, കൃത്യമായ അരുളപ്പാടുകളാണ്, കൃത്യമായ നിയമങ്ങളാണ്, നിയമാവലികളാണ് വാസ്തവത്തിൽ ലേഖനങ്ങളുടെ പ്രതിപാദ്യ വിഷയം. എല്ലാ ലേഖനങ്ങളും അത് തന്നെയാണ് റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, യഹൂദേതര 2 വ്യത്യസ്ത സംസ്കാരമുള്ള, ആചാരമുള്ള, പിന്നെ അങ്ങനെ വൈവിധ്യമുള്ള 2 ഗ്രൂപ്പുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവർ അനുവർത്തിച്ചു വന്ന, മുൻകാലങ്ങളിൽ പരിചയിച്ചു വന്ന പല കാര്യങ്ങളും ക്രിസ്തീയതയുമായി കൂട്ടിക്കുഴയ്ക്കാൻ തുടങ്ങി. നമ്മളൊക്കെ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? കറങ്ങി തിരിഞ്ഞ് കിഴക്കോട്ട് എന്ത് ചെയ്യും? നിന്ന് പോകും, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാ ശീലിച്ചു വന്നത്, അല്ലേ? ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയതയിലേക്ക് മുൻകാല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇടകലർത്തി ഇതുകൂടി വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുകയും ചെയ്യണം, താഴെ പോകുകയും ചെയ്യരുത് എന്ന തരത്തിൽ ക്രിസ്തീയതയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതല്ല ശരി, അതൊരിക്കലും പാടില്ല എന്നുള്ള തർജനങ്ങളും കാർക്കശ്യമായ ഉപദേശങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ ഇതുകൂടി പാലിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ നന്നായി ജീവിക്കാം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ സമാഹാരമാണ് വാസ്തവത്തിൽ റോമാലേഖനത്തിന്റെ ഓരോ വരികളും ഓരോ വാക്കുകളും എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും അവസാനം ഈ ഉപസംഹാരവും വന്ദനവുമാണ്. അത് ലേഖനങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകതയാണ്. നമ്മളും ലേഖനമൊക്കെ എഴുതി, അല്ലെങ്കിൽ നമ്മളും ഒരു കത്തൊക്കെ എഴുതുമ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, അവിടെ ഒരു വിശേഷമില്ലു, അവിടെ സുഖം, ഇവിടെ സുഖം, പിന്നെ ഇത് ചുമന്നു നടക്കുന്ന പോസ്റ്റ്മാനാണ് അസുഖം മുഴുവൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ കത്ത് നിർത്തുന്നു, വീണ്ടും നമുക്ക് കാണാം, ഇത് കിട്ടി ഉടൻ തന്നെ, ഒട്ടും താമസിക്കരുത്, മറുപടി പ്രതീക്ഷിക്കുന്നു. ഇന്നാണെങ്കിൽ ഒരു മെസ്സേജും ഒരു ഇമോജിയും, അല്ലേ, ഒരു ലൈക്കും ഒരു കൈയും, അല്ലേ, ഒരു തംസപ്പൊക്കെ അടിച്ച് ഒരു ചിരിയും നമ്മൾ എന്ത് ചെയ്യും? അയക്കും. കാലം മാറിപ്പോയല്ലോ, പോട്ടെ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പം ഇങ്ങനെ 5 വിധമായ കാര്യങ്ങളാണ് ഇതിന്റെ റോമാലേഖനത്തിന്റെ വിഷയങ്ങളുടെ ക്രമീകരണം അനുസരിച്ച് തിരിച്ചിരിക്കുന്നത്. 1, യാഗവർണം, പുനരുദ്ധാനം, അതിൽ വിശ്വസിക്കുന്ന പാപിക്ക് ലഭിക്കുന്ന തികവുള്ള ദൈവനീതിയുടെ ചിത്രീകരണം. 2, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ ദൈവമുമ്പാകെ പ്രാപിക്കുന്ന ശ്രേഷ്ഠമായ പദവി. പിന്നെ
അവരുടെ ആ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ദൈവനീതി വെളിപ്പെടുത്തത്. നാലാമത്തെ കാര്യം, പ്രായോഗിക ക്രിസ്തീയ ദൈവശാസ്ത്രം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. പ്രായോഗിക ക്രിസ്തീയ ദൈവശാസ്ത്ര ചിന്തകളാണ് നാലാമത്തെ കാര്യം. 5 ഉപസംഹാരവും വന്ദനവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിഞ്ഞത്. ഇതിന് നോട്ടുകൾ അടുത്ത ദിവസം തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റോമാലേഖനം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പല ആവർത്തി ആ ലേഖനം ഒന്ന് വായിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമയം അനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അതിന്റെ ഓരോ അധ്യായങ്ങളും ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഈ പഠനം കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പുസ്തകമെങ്കിലും നമുക്ക് വായിച്ച് നല്ല തറവോടുകൂടി വായിച്ച് തീർക്കാനും കഴിയും. നമ്മൾ ഒരാവർത്തിയല്ല, പല ആവർത്തി വായിക്കുക. പല ആവർത്തി വായിച്ച് വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാര്യവും നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. കാരണം ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ലെസൺസ് നമ്മൾ കവർ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ എല്ലാ അധ്യാപനം ചെയ്യുന്ന ഒരു ക്ലൂ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ കൃത്യമായി ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം എന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എല്ലാ കാര്യവും മനസ്സിലായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എഴുതിയ ലഭിക്കുന്ന നോട്ടിലൂടെ നിങ്ങൾ എഴുതിയ ഫുട് നോട്ട് കൂടി വായിച്ച് ഒത്തൊരുമിച്ച് വരുമ്പം ഞാൻ ഈ ലെക്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകും. അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. ഗാഡ് ബ്ലസ് യു. ഓവർ ടു ലാലിച്ച്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ വചനം പഠിപ്പിക്കുവാൻ ഇന്നും ദൈവം തന്റെ ദാസനെ ശക്തമായി ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ താൻ പറഞ്ഞതുപോലെ തന്റെ വൈഫിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. താൻ അനുഗ്രഹീതയായ ഒരു ഗായികയാണ്. ദൈവം ശക്തമായി ആ കുടുംബത്തെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകാൽ പുതിയതായി ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വീണ്ടും നിങ്ങൾ ക്ലാസ്സുകളിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. വളരെ നിരന്തരമായി വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇപ്പോൾ അവസാനമായി നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന ന്യൂജേഴ്സിയിൽ നിന്ന് വളരെ ആക്റ്റീവായി ജോയിൻ ചെയ്യുന്ന പ്രിയ ബ്രദർ അജു തോമസ് അവസാനമായി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാം. ദൈവം തന്നെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. Hallelujah. Praise the Lord. Hallelujah. Let us all pray. Heavenly Father, Lord, we thank you, Father, for this wonderful time, Lord, for us to come together, Lord, in your presence, Lord, to study the word of God, Lord, Father. Thank you for this wonderful opportunity, Lord, even though we are in many different places, in many different time zones, Lord, you have, Lord, brought us together, Lord, Father, to understand, Lord, Father, your word as it was, Lord, taught by your servants, Lord, Father. This evening, Lord, thank you for bringing Evangelist Shajan Parakadavil, Lord, Father, to teach us, Lord, the book of Romans, Lord, and to, Lord, really, Lord, go in depth, Lord, Father, and in detail, Lord, Father, and helping us, Lord, and caring for us to understand the word, Lord, Father. Lord, help us not to merely just learn and read the word of God, Lord, but to, Lord, practice it in our life, Lord, Father. We thank you for the servant of God, Lord, and his family, Lord, his wife, Lord, and the ministry that you have given them, Lord, and the, Lord, the wonderful, Lord, the gift that you have given them, Lord, to teach the word, Lord, Father. Continue to bless him and his family, Lord. Bless all the people who have joined this class, Lord. Continue to bless us, Lord, and help us to, Lord, to acknowledge you and to understand your word, Lord, deeply, Lord, Father, and to use it for your kingdom, Lord. Not to just have head knowledge, Lord, but to use it for evangelism, to bring others to you, Lord, to live a life that is holy and to that brings glory to your name, Lord, Father. Bless all the people who are leading this ministry, Lord, especially Pastor Lalu, Lord, and Pastor Lord, all the other pastors and leaders, Lord, who are in this ministry, Lord, continue to bless them, Lord. Send deliverance upon those who need deliverance, Lord. Send healing upon those who need healing, Lord. Those who are asked for prayer requests, Lord, I praise them into your hands once again, Lord, Father. Thank you for this opportunity once again. We ask that you bless us, Lord. Be with us, Lord. Guide us, Lord. In Jesus' name I pray. Amen. ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. തനിക്ക് ഭാഷയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും വളരെ ആത്മാർത്ഥതയോടെ തുടക്കം മുതൽ അവസാനം വരെ, പ്രത്യേകിച്ച് ഷാജന്റെ ഒക്കെ ക്ലാസ്സുകൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും വളരെ ആത്മാർത്ഥതയോടെ താൻ ജോയിൻ ചെയ്യുന്നുവല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാട്ടൊക്കെ പാടുന്ന ലിൻസി തോമസിന്റെ ഹസ്ബൻഡാണ് താൻ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോട് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനത്തോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് മാത്യു പി തോമസ് സങ്കീർത്തന ഭാഷ്യം എന്ന വിഷയത്തെ ആസ്പദമായി ക്ലാസ് എടുക്കുന്നതാണ്. നമുക്ക് നാളെ വൈകിട്ട് ഇന്ത്യൻ ടൈം 9 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.